ചോദ്യം എന്താണ്? അല്ല ഒരു സെക്കൻഡ് ഇട്ടാ എനിക്ക് പെട്ടെന്ന് സോറി ഞാൻ പോകാറുണ്ടോ? എനിക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇത്തിരി നീണ്ടു പോയി ഒരു കണക്ഷൻ ഇല്ല. ഇൻസ്റ്റയിൽ 2-3 പടങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആൾക്കാർ ഇതും ഏറ്റെടുത്തു. ചേട്ടാ ഇത് കിടിലൻ ലുക്കാണ്, ഇത് കളയത് കേട്ടോ, ഇത് ഇതാണ് ചേട്ടൻ്റെ ഭയങ്കര ചേഞ്ച് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് എന്നാ പിന്നെ കുറച്ചാൾ ഇരിക്കട്ടെ. അപ്പോഴും സുന്ദരനല്ലേ? ഇന്നലെ ഒരാളെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പൊക്കം കുറഞ്ഞു പോയി. ചോദിച്ചതാ ഒരാള്, പൊക്കം കുറഞ്ഞു പോയി. ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞത്. ജീവിതത്തിൽ സൂപ്പർ സ്റ്റാർ ആകാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ ഈ സിനിമയിലെങ്കിലും ആകാമല്ലോ. മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവേണ്ട ആളായിരുന്നു. കളഞ്ഞു കുടിച്ചു, അല്ലെങ്കിൽ പുള്ളി അത് വേണ്ട രീതിയിൽ കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അതെനിക്ക് തുടങ്ങിയത് എനിക്കൊന്ന് പൊന്മുട്ടയിടുന്ന താറാവിന്റെ സമയത്താണ്. ആദ്യം അതിന്റെ ടൈറ്റിൽ പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു. ഈ സിനിമയുടെ പേര് ഞങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് മാറ്റിയിരിക്കുന്നു. ബ്രാക്കറ്റിൽ താറാവുകൾ പ്രതിഷേധിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ. അച്ഛനും കൊച്ചിനും സംഗീതം. അച്ഛൻ്റെ മൂത്തൊരു ചേട്ടനുണ്ട്, അദ്ദേഹം പാടും മൊത്തം സംഗീതം. അപ്പൊ ഞാനോർത്തു ഒന്ന് മാറ്റി പിടിച്ചാലും എല്ലാവരുടെ സംഗീതം. അപ്പൊ അത് വേണ്ട, ഒരു ചെറിയ മാറ്റം. നല്ല പ്രയോഗം അല്ലേ? മണ്ടൻ ബുദ്ധി. ഒരു മണ്ടൻ ബുദ്ധിയായിരുന്നു. അതിപ്പോ എനിക്കത് ഫീൽ ചെയ്തു. കാരണം അല്പം അങ്ങനെ പഠിക്കണ്ടായിരുന്നു. സരിഗമപ്പ പോലും പഠിക്കാൻ പറ്റിയില്ല. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ നുണക്കുഴി മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ മൂവിയുടെ വിശേഷം നമ്മളോടൊപ്പം പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേർന്ന് നമ്മൾ മലയാളികൾ നെഞ്ചിലെത്തിയ നമ്മുടെ സ്വന്തം നമ്മുടെ സൈജോട്ടുണ്ട്, സിദ്ദിഖുണ്ട്, ജേട്ടനുണ്ട്, ഇവിടെ ബിനുവേട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ ജിത്തു സാർ ഒരു കോമഡി ട്രാക്കിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിലുള്ള ക്യാരക്ടർ കോംബോ ആണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 4 പേരും നമ്മുടെ ഈ കോമഡി ക്യാരക്ടറുകൾ വളരെ നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് സിദ്ദിഖാരുടെ അടുത്തേക്ക് വരികയാണ്. സിദ്ദിഖ നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്കുള്ള ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് പറയാം. ഇയാളൊരു ഇൻകം ടാക്സ് ഓഫീസറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഇയാളുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ്. കൃഷ്ണന്മാർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ആണ്. പക്ഷെ ഇതെല്ലാം ഹ്യൂമറസുമാണ്. ശരി. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ, അത് എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരിധി വിട്ടിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. ശരി. സാധാരണ രീതിയിലാണ് നമ്മൾ പറയില്ലേ, ഞാൻ ഇതിനകത്ത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അനിയനായിട്ടാണ് നമുക്ക് പറയാം. ഇതിനകത്ത് അങ്ങനെയുള്ള കണക്ഷൻസ് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് പൊതുവെ. ശരി. ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരു മാജിക് ആണ്. അപ്പോൾ എല്ലാ സ്ക്രിപ്റ്റും മാജിക്കാണ്. സ്ക്രിപ്റ്റിലൂടെ ഒരു മാജിക്കാണ് കാണിക്കുന്നത്. അതായത് ഒരു കഥ ഒരു സ്ക്രിപ്റ്റ് ആകുമ്പോഴാണ് അതിന് ഏറ്റവും ഭംഗി വരുത്തുന്നത്. അതെ. കഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ വന്നു, അയാളുടെ ഭാര്യയെ കൊന്നു, പോലീസ് വന്ന് കണ്ടുപിടിച്ചു, അതായിരിക്കും കഥ. പക്ഷെ അത് സ്ക്രിപ്റ്റിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം കാണിക്കുന്നത് ഭാര്യയുടെ മരണമായിരിക്കില്ല, വേറെ പല കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ അതിന് മാജിക് വരുത്തേണ്ടത് സ്ക്രിപ്റ്റിങ്ങിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ സ്ക്രിപ്റ്റും മാജിക് തന്നെയാണ്. ഇതിനകത്ത് ഇത് കുറച്ചും കൂടെ കൂടുതൽ മാജിക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. മനോഹേട്ടാ, ആദ്യം തന്നെ പറയട്ടെ, മനോഹേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഒരു അധികം പബ്ലിക്കിൽ അധികം മുഖം കൊടുക്കാത്ത ഒരാളാണ്. പക്ഷെ കാണുമ്പോഴൊക്കെ നല്ല സുന്ദരനായിരിക്കും, നല്ല മീശയൊക്കെ കറപ്പിച്ച് നല്ല അടിപൊളിയായിട്ട്. ഇതെന്താണ് ഇങ്ങനൊരു ലുക്ക്? അല്ല, ഇതിപ്പോ സുന്ദരനല്ലേ? സുന്ദരനാണ്. പക്ഷെ ഇങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇതൊരു പുതിയ ഗെറ്റപ്പാണ്. അതെ. ഇത് ജോഫിന്റെ, നമ്മുടെ പ്രീസ്റ്റ് ചെയ്ത ജോഫിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗെറ്റപ്പാണ്. ഇതിനകത്ത് ഇത് ഈ സോൾട്ട് ആൻഡ് പെപ്പർ താടി വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിക്കോട്ടെ എന്ന് ഞാൻ പടം കഴിഞ്ഞു. ആസിഫിന്റെ പടം, ആസിഫ് അലിയാണ് അതിലെ നായകൻ. ആൻഡ്രോ ജോസഫ് കാവ്യ ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് സാധാരണ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് എടുക്കാം, ഞാൻ സാറിന് നടക്കുന്ന പോലെ ഷേവ് ചെയ്ത് മീശ മാത്രം വെച്ച് നടക്കാന്നൊക്കെ തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിൽ 2-3 പടങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആൾക്കാർ ഇതും ഏറ്റെടുത്തു. ചേട്ടാ ഇത് കിടിലൻ ലുക്കാണ്, ഇത് കളയത് കേട്ടോ, ഇത് ഇതാണ് ചേട്ടൻ്റെ ഭയങ്കര ചേഞ്ച് ആണെന്നൊക്കെ പറഞ്ഞു. എവിടെ ചെന്നാൽ എയർപോർട്ടിൽ എവിടെ കാണുമ്പോഴൊക്കെ ആൾക്കാർ പറയാണ്. അപ്പൊ ഞാൻ എന്നാ പിന്നെ കുറച്ചാൾ ഇരിക്കട്ടെ, കുറച്ചാളെ ഇരിക്കട്ടെ. വൈഫും മോളും കുഞ്ഞാറ്റയും പറഞ്ഞു, അച്ഛാ നല്ല ഇത് കളയണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ. അടിപൊളി. പടത്തിന് വേണ്ടി ചെയ്താ, പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. കുറച്ച് ചിലപ്പോൾ എടുത്ത് കളയും. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിൽ. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാര്യം, ഏത് തരത്തിലുള്ള ക്യാരക്ടറുകളും വളരെ ഈസി ആയിട്ട്, കാരണം എവിടെ ആപ്റ്റ് ആവുന്നതാണ്. വില്ലനായിട്ടും വേണമെങ്കിൽ നമുക്കൊരു സിനിമയിൽ കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട നായകനാക്കാന്ന് പറഞ്ഞാലും ഓക്കെയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നിട്ടാണ്. അപ്പം നമുക്ക് ഏതൊരു ലുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ആൾക്കാർ എന്തായാലും ഏറ്റെടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വരുമ്പോൾ
നേരത്തെ എന്നോട് സിദ്ദീഖ് പറഞ്ഞു നമ്മുടെ ആരുടെയും ക്യാരക്ടറുകൾ അധികം പറയാൻ പാടില്ല അത്. എന്നാലൊന്ന് ചോദിച്ചു പോവാണ്, എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ഞാൻ ഇതിലൊരു സിനിമ നടൻ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർഡമിലൊക്കെ എത്തി നിൽക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ സൂപ്പർ സ്റ്റാർ ആകാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ ഈ സിനിമയിലെങ്കിലും ആകാമല്ലോ. അത് സമയമുണ്ട്. അല്ല അതിന് അങ്ങനെ ആഗ്രഹമേ ഇല്ല. പക്ഷേ പല ആൾക്കാരുടെ അടുത്ത് ഈ ചില ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പറയുന്നത്, ഓ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവേണ്ട ആളായിരുന്നു, പുള്ളി അത് കളഞ്ഞു കുടിച്ചു, അല്ലെങ്കിൽ പുള്ളി അത് വേണ്ട രീതിയിൽ കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല എന്നത് പരമാർത്ഥമാണ്. അവർക്ക് വേണ്ടി ഞാൻ ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ഈ കുറെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ കുറെ കമന്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഒരാളാണ്. അത് ഞാൻ സ്ഥിരം കേട്ട് മടുത്തിരിക്കുകയാണ്. അതെ, അത് ഡയറക്റ്റ് ഉപയോഗിക്കാത്തതാണോ സംവിധായകർ ഉപയോഗിക്കാത്തതാണോ, എൻ്റെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ എന്തായാലും നമ്മൾ തയ്യാറാണ്. അത് നമ്മൾ നല്ല വിഷമം ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ അതിനുവേണ്ടി പ്രയത്നിച്ച് പുറകെ നടക്കുന്ന ഒരാളല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് സിനിമ വരിക, അതിൽ നല്ല ക്യാരക്ടർ അയക്കണം, അത്യാവശ്യം അതിന് ശമ്പളമൊക്കെ കറക്റ്റ് അയക്കണം. ശമ്പളം നമ്മുടെ പഴയ വാക്കാണ്, റെമ്യൂണറേഷൻ എന്ന് വേണം പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തുവരണം. എന്നാലും ചിലപ്പോൾ റെമ്യൂണറേഷൻ ഇല്ലാതെ പടം ചെയ്തൊന്നും വരാൻ കേട്ടോ, അങ്ങനെ അനുഭവങ്ങളുണ്ട്. അത്ര നല്ല ക്യാരക്ടറാണെങ്കിൽ അങ്ങനെ റെമ്യൂണറേഷന് വേണ്ടി പിടിവാശിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രം സിനിമ ചെയ്യുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ഒരു വിഷയം. ഞാനതിൽ വളരെ സംതൃപ്തനാണ്. ഭയങ്കര ആളുകൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ നിന്ന് അങ്ങനെ കുറച്ച് മാറി നിൽക്കുകയാണ്, എന്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെ ഉള്ള കംപ്ലൈൻറ്റ്സ് പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ തന്നെ എൻ്റെ തന്നെ ഒരു സ്വഭാവ സവിശേഷതയുടെ വിഷയമാണ്. ഞാൻ കുട്ടിക്കാലം പോലെ അങ്ങനെയാണ്, കുറച്ച് ഇൻട്രോവേർട്ടാണ്, കുറച്ച് ഒതുങ്ങി ഉൾവലിഞ്ഞിരിക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വന്നോണായിരിക്കും സിനിമയിൽ ഇത് സംഭവിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സിദ്ദീഖിനെ ആലോചിക്കാം, പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇല്ലേ? അതെ, അത് ഞാൻ പറഞ്ഞു, ഞാൻ ഡബ് ചെയ്തതാ സിദ്ദീഖിന് വേണ്ടിയിട്ട്. ആണോ? ഓക്കെ. അതുപോലെ തന്നെ ബിനോട്ടാ, നമസ്കാരം. ബിനോട്ടൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഇത് കാണുന്നത്. അപ്പോൾ ബിനോട്ടൻ എന്തായാലും തിരക്കഥയിലും ഇതിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ബിനോട്ടൻ. പപ്പു സാറിനെ ഓർമ്മ വരികയാണ് എനിക്ക് ഒരുപാട്. ഞാൻ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് കാണുന്നത്, കാരണം അത്രയും വലിയൊരു മനുഷ്യൻ്റെ മകൻ മുമ്പിലിരിക്കില്ല. അപ്പോൾ എന്തായാലും അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഈ പടത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്വഭാവം എന്ന് പറയുമ്പോൾ, ഈ പടത്തിൽ ഈ പറഞ്ഞ നായകന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ ഈ സിനിമയിൽ. ഈ സിനിമയിൽ ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ. സിദ്ദീഖ് നേരത്തെ പറഞ്ഞ മാതിരി ഒരളവിൽ കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് ഇതാണ് നായകൻ, ഞാനാണ് പ്രൊഡ്യൂസർ. കൊണ്ട് നിർത്തേണ്ടി വരും. ഈ സ്ക്രിപ്റ്റിന്റെ മാജിക് അതാണ്. നമ്മൾ അതിൽ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കണക്ഷൻ കിട്ടും, ആകാംക്ഷ ചിലപ്പോൾ കുറച്ച് കുറയും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. പക്ഷെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി സിനിമയായിരിക്കും, ഭയങ്കര രസമായിരിക്കും കണ്ടിരിക്കാൻ. ഹ്യൂമർ ആയിട്ടുള്ള ഒരു ഫുൾ ടൈം ഹ്യൂമർ സിനിമയാണ്, ശരിക്കും ഒരു സംശയമില്ല അല്ലേ? ഓക്കെ, കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ ഒരു കോമ്പോലൊക്കെ നല്ലൊരു കോമഡി മൂവി ഇപ്പം ആളുകൾക്ക് കിട്ടാൻ പോകുന്നത്. എന്തായാലും സൈജോട്ടാ, സന്തോഷം. സൈജോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മയൂകം സിനിമയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ തീരും ഭയങ്കര ഗൗരവമുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു മുഖമാണ്. ഭയങ്കര സീരിയസ് ആണ്. ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചെടുത്തുന്നത് ഒരു ട്വിസ്റ്റായിരുന്നു പെട്ടത്. ആ ട്വിസ്റ്റിൻ്റെ അവിടുന്ന് പിന്നെ മാറി ഓരോ സിനിമയിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവാർഡൊക്കെ കിട്ടുമ്പോഴും ചേട്ടൻ സ്റ്റേജിൽ നിന്ന് പറയുന്ന ചില വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും കോമഡി ട്രാക്ക് പിടിക്കുമ്പോഴേക്കും പണ്ട് വില്ലന്മാരായിട്ട് വന്ന പലരും കോമഡി ട്രാക്ക് പിടിച്ച് ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അതേപോലെ തന്നെ വില്ലനായിട്ടല്ലെങ്കിൽ ഒരു ഇത്തിരി സീരിയസ് ക്യാരക്ടറിൽ നിന്ന് ഒറ്റയടിക്കൊരു ചേഞ്ച് വരുത്തിയിട്ട് മലയാളികൾ ഏറ്റെടുത്തേക്കുന്ന ഒരു നല്ലൊരു, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ ക്യാരക്ടർ ഇട്ടുണ്ടെങ്കിലും ചേട്ടൻ്റെ കോമഡി ക്യാരക്ടറുകളാണ് കൂടുതൽ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടവും സംസാരിക്കാനും ഇഷ്ടമൊക്കെ. അപ്പോൾ ഇതിലും ഒരു കോമഡി ട്രാക്കിലാണ് പിടിച്ചേക്കുന്നത്. ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡുകൾ, ഒരു കാര്യം ചേട്ടനോട് എപ്പോഴും കാണുമ്പോൾ ചോദിക്കണമെന്നായിരിക്കും, ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ഈ എന്തായാലും നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഒബ്സർവേഷൻ എന്തായാലും മസ്റ്റാണ്. നമ്മളെ ചുറ്റുമുള്ള ക്യാരക്ടറുകളെ പലരെയും നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ചേട്ടൻ അങ്ങനെ ചെയ്തേക്കുന്ന ആളുകൾ ഏറ്റെടുത്തേക്കുന്ന ക്യാരക്ടറുകളിൽ ഏതെങ്കിലും ഒരു ഒബ്സർവേഷനിലൂടെ വന്നിട്ടുള്ളതാണോ? ഒരെണ്ണം മാത്രം. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ ആൽത്താഫ് സലീം ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാനൊരു ഓൺകോളജിസ്റ്റ് ആയിട്ടാണ്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓൺകോളജിസ്റ്റിനെ പുള്ളിയുടെ നിന്നാണ് കുറേ മാറ്റർ കളക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് മേടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ടൊരു 20-25 മിനിറ്റ്സ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഇരിക്കുന്ന സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമേ, അദ്ദേഹം വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് ഡയലോഗ് അങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം ഞാനത് എടുത്തായിരുന്നു.
അല്ലാതെ വേറൊരു പടത്തിലും ഈ ഡയറക്ടറും റൈറ്ററൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തേ ഉള്ളൂ. ശരി. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു കോമഡി ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ചേട്ടൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായോ? ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന ഒരു സാധനം അല്ലല്ലോ ഇതൊരു. അത് ഭയങ്കര ടെൻഷനായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജിൽ വന്നിട്ട് ഇതൊരു കോമഡി ക്യാരക്ടറാണ്, ദിസ് വിൽ മേക്ക് ഓർ ബ്രേക്ക് യുവർ കരിയർ എന്നൊക്കെ VKP തമാശന് പറഞ്ഞു. ഞാനവിടെ ലൊക്കേഷനിലെത്തി, അനൂപ് മേനൻ വന്നിട്ട് എനിക്ക് ഡയലോഗ്സ് വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ്ങിലും കൂടെയാണ്. അപ്പോൾ ഒന്നാമത് എനിക്ക് അഭിനയം ശരിക്കും അറിയില്ല, രണ്ടാമത്തത് മലയാളം അത്ര ക്ലീനായിട്ട് എനിക്ക് പ്യൂറായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോഴാണ് ഈ ട്രിവാൻഡ്രം സ്ലാങ് കൂടെ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് കോമഡി ക്യാരക്ടറും കൂടെയാണ്. 1.5 വർഷമായിട്ട് ഞാൻ മലയാളം സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ബ്രേക്കിന് വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ തലയിലുണ്ട്. ശരി. അപ്പോൾ അരുൺ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഈ അനൂപ് ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോഴത്തേക്കും പുള്ളിയും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ്, സൈജു ഇത് വൻ പരിപാടി കേട്ടോ സൈജു, ഇതാണ് സംഭവം, ഇത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ സൈജുവിനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് കൂടുതൽ പ്രഷറായി. ശരി. പിന്നെ VKPയുടെ അവിടെ എന്താ സംബന്ധിച്ചാൽ 2 ക്യാമറ വെച്ച് ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒറ്റയടിക്കങ്ങ് ഒരു സീനൊക്കെ എടുക്കും. അപ്പോൾ ഈ ഡയലോഗ് ഓർത്തു വയ്ക്കണം, പുള്ളി VKP പ്രോംപ്റ്റിംഗ് അനുവദിക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവം നിശ്ചയിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് ബ്രേക്ക് കിട്ടണമെന്നും. പിന്നെ അത് വെൽ റിട്ടൺ ക്യാരക്ടറായിരുന്നു, വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആയിരുന്നു അനുവിൻ്റെ. VKP അത് വളരെ മനോഹരമായിട്ട് അത് മേക്ക് ചെയ്തു. ശരി. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അത് എനിക്ക് ബ്രേക്കായി. ഓക്കെ. മറ്റേ ആ ഡയലോഗില്ലേ, പച്ചാലം സുമി, ആ സാധനമൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കാണുന്ന കോമഡികളിൽ ഒന്നാണ്. അല്ല സിദ്ദിഖ, നമ്മൾ ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ സന്ദേശം സിനിമയിൽ സിദ്ദിഖ് ഒരുപാട് ക്യാരക്ടറുണ്ട്. എന്നാലും നമുക്ക് ഈ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ പറയാം കേട്ടോ. നമ്മൾ സന്ദേശം സിനിമയിൽ സിദ്ദിഖ് നടന്നു വരുമ്പോൾ ആ കവുങ്ങുന്തോട്ടത്തിൽ കാലേറ്റ് വീഴുകയും പെട്ടെന്ന് അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ നേരെ തിരിച്ചു വന്നു. അപ്പോൾ ആൾക്കാർ എല്ലാവരും അന്ന് ചിന്തിക്കണ്ടോ, വീണേൻ്റെ ഒരു എഫക്റ്റും ഇല്ല, അത് കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് കിടന്ന് ഒരാൾ വീഴുമ്പോൾ കിടന്ന് കിളിക്കല്ലേ എന്ന് പറയൂലേ. ഈ ഒരു സാധനമൊക്കെ ഈ അടുത്തൊരു സിബി സാറായിട്ട് ഞാനൊരു കുറച്ച് നേരം സംസാരിച്ചിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ സിബി സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, പല സിറ്റുവേഷനുകളും സിനിമയിൽ ഇപ്പോഴല്ല പണ്ട് കാലത്ത് നമ്മൾ ചിലപ്പോൾ ഷൂട്ടിൻ്റെ ഒരു ബ്രേക്ക് ടൈമിൽ വട്ടം കൂടി ഇരുന്നിട്ട് ചിലപ്പോൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്നതായിരിക്കും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അത് മൊത്തം മാറി. ഇപ്പം ചിലർ നേർക്ക് നേരെ കാണുന്ന സ്ക്രീനിൻ്റെ മുമ്പിലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് ബിൽഡപ്പ് എടുത്ത സീനുകളാണോ അതൊക്കെ? അല്ല, അതൊക്കെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി നമുക്ക് ശ്രീനിവാസൻ എഴുതിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന സീനാണത്. പിന്നെ തന്നെയല്ല, ഞാൻ ആ സെറ്റിൽ ഞാൻ താരതമ്യേന പുതിയ ആളാണ്. ഞാൻ സിനിമയിൽ വന്നിട്ടും അധികം കാലമായിട്ടില്ല. 1990 ആ സിനിമ. ശരി. ഗോഡ് ഫാദറൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ഹരിഹരനാർക്ക് അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് തിലകഞ്ചേട്ടൻ്റെ കൂടെയും ഒടിയുണ്ണി കൃഷ്ണൻ്റെ കൂടെയും ഒന്നും ഇമ്പ്രവൈസ് ചെയ്യാറൊന്നും ആയിട്ടില്ല ഞാൻ അന്ന്. ശരി. അവർ പറഞ്ഞു തരണ തന്നെ മര്യാദക്ക് ചെയ്യണം, അതിൻ്റെ ടെൻഷനുള്ളൊരു കാലമാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നു പിന്നെ വീഴണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് സത്യേട്ടൻ എന്നെ ആകെ പറഞ്ഞതാണ്, വീഴുന്നത് അറിയാതെ അങ്ങ് വീഴണം, അല്ലാതെ മനഃപൂർവ്വം വീണുപോയി നമുക്ക് തോന്നരുത്, ആരും പ്രതീക്ഷിക്കരുത് സിദ്ദിഖ് അവിടെ വീഴും എന്നുള്ളത്. അങ്ങനെ കുറച്ച് നാച്ചുറലായിട്ട് വീഴാൻ ശ്രമിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ അതൊക്കെ വെൽ റിട്ടേൺ ആയിരുന്നു. ഒറ്റ ടേക്കിലായിരുന്നു അത്. ഒറ്റ ടേക്കിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന തിലകഞ്ചേട്ടൻ അവർക്ക് അറിയായിരുന്നു ഇതാണ് അവൻ ചെയ്യാൻ. അവർക്ക് പിന്നെ സീൻ ഞങ്ങളെല്ലാവരും കൂടെ വായിച്ചിട്ടില്ല, അതിപ്പോൾ അവർക്കറിയാം. അതുകൊണ്ടാണ് ഒടിയുണ്ണി കൃഷ്ണൻ ചിരി ഇങ്ങനെ വായിച്ചത്. ശ്രീനിവാസന്റെ ഒക്കെ സിനിമകളൊക്കെ എപ്പോഴും എല്ലാം എഴുതി വെച്ചു. പക്ഷെ എന്നാലും അങ്ങനെ എഴുതി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇംപ്രവൈസ് ചെയ്യും. ഇപ്പോൾ അതിനകത്ത് തന്നെ ഈ മണ്ണിന് അമ്ലത്വം കൂടുതലുള്ള മണ്ണാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് സത്യനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്താണ് ഈ അമ്ലത്വം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്ലം എന്ന് വെച്ചാൽ പുളിയാണ്, ആസിഡിൻ്റെ അംശത്തിനെയാണ് ഈ അമ്ലത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പുളിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ആ മണ്ണൊന്ന് വായിലിട്ട് നോക്കണ്ടേ, എന്നാൽ അല്ലാണ്ട് വെറുതെ മണ്ണെടുത്തിട്ട് പുളിയാണെന്ന് പറയാൻ പറ്റില്ല. അന്ന് അങ്ങനെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അത് സ്പോട്ടിൽ ഇംപ്രവൈസ് ആണ്. നോക്കിയിട്ടാണ് ഇത് അമ്ലത്വം കൂടിയ മണ്ണാണ്, എല്ലാത്തരം വിളകൾക്കും പറ്റും എന്ന് പറഞ്ഞു, കുറച്ച് കുമ്മായം ചേർത്താൽ മതി എന്നൊക്കെ പറയുന്ന പിന്നെ ശ്രീനേട്ടൻ എഴുതിയിരുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻ ചെയ്തിട്ടുണ്ട്. ശരി. മനോട്ടാ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈജോട്ടനാണെങ്കിലും ബിനോട്ടനാണെങ്കിലും ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ സിനിമകളെന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട് അഭിനയത്തിലേക്കൊക്കെ വന്നതാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും 90s തൊട്ട് ആ ഒരു കാലം തൊട്ടിട്ട് നമ്മൾ മലയാള സിനിമയുടെ പഴയ സ്റ്റൈലും പുതിയ സ്റ്റൈലും ഒരേപോലെ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ പുതിയ തലമുറയാണ്, അന്നത്തെ ന്യൂജനാണ്. അപ്പൊ ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ന്യൂജനിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ, ഇന്റർവ്യൂ പരിപാടികൾ കുറവല്ല, ഞങ്ങൾ പറയല് മാത്രമേ ഉള്ളൂ. ശരിയാ. പക്ഷെ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ പണ്ട് ചിലപ്പോ ഇപ്പൊ അമരം സിനിമയില്
ആ കടപ്പുറത്തുള്ള ആ സീനിൽ ചിലപ്പോൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഇന്നത്തെ തലമുറയോട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവൂല. സോറി ചമയത്തിൽ ആ അന്തിക്കടപ്പുറത്ത് പാട്ടിന്റെ ആ ഷൂട്ടും മിക്കതാ കടപ്പുറത്ത്. ഇന്നാണെങ്കിൽ കാരവൻ പല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് ചിലപ്പോൾ പലർക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് രണ്ടുപേരും. അപ്പൊ ഈ രണ്ട് ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ല, അന്ന് നമ്മൾ ഭയങ്കര തൃപ്തരായിരുന്നു ആ സിറ്റുവേഷൻ. കാരവൻ നമുക്ക് ആവശ്യമില്ല, നമ്മളെല്ലാം ഹാപ്പി ആയിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് അടുത്ത് വീടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പരിപൂർണ്ണ ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതങ്ങനെ ഒരു കാലം. ഇപ്പൊ കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഇതിപ്പം കാരവനിലൊക്കെ കയറിയിരുന്ന കുറച്ച് പ്രൈവസി കിട്ടുമ്പോൾ അതൊരു സുഖമായിട്ട് തോന്നാറുണ്ട്. കമ്പാരിസൺ ഇല്ല, ഓരോ കാലത്തും അതാത് രീതിയിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. അതായിരുന്നു സുഖം, ഇതായിരുന്നു സുഖം, അങ്ങനെ തോന്നാറില്ല. കാലത്തിനനുസരിച്ച് നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടുക, അതാണ് നമ്മുടെ സിസ്റ്റം. ആളുകളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലേ? പണ്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പബ്ലിക് ആയിട്ടുള്ള നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ഏതെങ്കിലും വീടുകളിലായിരിക്കും നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുക. അപ്പൊ ചിലപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ചുറ്റും. അന്ന് മൊബൈലില്ല, സെൽഫിയില്ല, ഒന്നുമില്ല. ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. അവര് സംസാരിക്കുക കൂടിപ്പോയാൽ ആകെയുള്ള ഓട്ടോഗ്രാഫിൽ വന്ന് നമ്മൾ വിത്ത് ലവ് മനോജ് കിച്ചൻ, വിത്ത് ലവ് സിദ്ദിഖ് കഴിഞ്ഞു. നമ്മുടെ അവരുടെ സ്നേഹമാണോ കഴിഞ്ഞ അവർ ഹാപ്പിയാണ്, അവർ ഭയങ്കര തൃപ്തരായിട്ട് തിരിച്ചു പോകും. അപ്പൊ അതല്ല ഇന്നിപ്പം ഭയങ്കര കുറച്ചുകൂടെ സെൽഫി ഉണ്ട്, പല എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് ഇത് ആരെയും പേഴ്സണലി ഹെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലട്ടാ. പണ്ട് കാലത്ത് നമ്മുടെ കോമഡിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പൊട്ടക്കണ്ണൻ, ചട്ടുകാളൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട്, കാരണം സിനിമ എന്നുള്ളത് മാറി, ആളുകൾ അത് ഭയങ്കരമായിട്ട് അത് പേഴ്സണലി എടുത്തു തുടങ്ങി. പക്ഷെ അത് ഒരു ആർട്ടാണെന്നുള്ളത് തന്നെയല്ലേ അതിന്റെ ഒരു കാര്യം. നമ്മൾ ഒരു കണക്കിന് നോക്കിയാൽ അങ്ങനെ നല്ലതാണ് കറക്റ്റ്നെസ് വന്നതെന്നല്ല. ഒരാളുടെ ഒരു വൈകല്യത്തെയോ അല്ലെങ്കിൽ ഒരാളുടെ ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അയാളുടെ ജാതിയെ കുറ്റം പറഞ്ഞ് പറയാൻ പാടില്ല. സംഗതികളും അതല്ലാതെയും തമാശകൾ ഉണ്ടാക്കാം. അതെനിക്ക് തുടങ്ങിയത് എനിക്കൊന്ന് പൊന്മുട്ടയിടുന്ന താറാവിന്റെ സമയത്താണ്. ആദ്യം അതിന്റെ ടൈറ്റിൽ പൊന്മുട്ടിടുന്ന തട്ടാനായിരുന്നു. അപ്പൊ ആ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത് പെട്ടെന്ന് സത്യനന്ദിക്കാടും ഗാങ്ങും അത് മാറ്റി പൊന്മുട്ടയിടുന്ന താറാവെന്ന് മാറ്റി. അതെനിക്ക് ആദ്യം വരുന്ന ഓർമ്മ. ഇങ്ങനെ അല്ലേ, തട്ടാൻ എന്നുള്ള പേര് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന്റെ ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു, ഈ സിനിമയുടെ പേര് ഞങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് മാറ്റിയിരിക്കുന്നു, ബ്രാക്കറ്റിൽ താറാവുകൾ പ്രതിഷേധിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ആദ്യത്തെ പരസ്യം വന്നത്. അത് ശ്രീനേട്ടനും സത്യേട്ടനും ഒക്കെ അല്ല, അവർ എന്തെല്ലാം രീതിയിലുള്ള ഹ്യൂമറുകൾ ആളുകളാണ് അവരന്ന്. അങ്ങനെയാണ് ആ സിനിമ. പക്ഷെ ഒരു പരിവരെ ഇപ്പോഴത്തെ സിനിമയിൽ നമുക്ക് അങ്ങനെ അത്തരം ഒരാളെ ബോഡി ഷെയിം ചെയ്തിട്ട് ഒരു തമാശ ഉണ്ടാക്കുക അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഒരുപാട് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സിറ്റുവേഷൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നല്ല ചേഞ്ചാണ്. വേറൊരാളുടെ ഒരു രൂപത്തെ കളിയാക്കിയിട്ട് ചിരിക്കുക, അതല്ലെങ്കിൽ അത് ഒരു പക്ഷേ മറ്റുള്ളവർ ചിരിക്കുമ്പോഴും അയാളെ വേദനിക്കുന്നുണ്ടാവുമല്ലോ. അത്തരം ഒരു വേദനകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം ആളുകൾക്ക് വന്നിട്ടുള്ളത് നല്ല തന്നെയാണ്. നല്ല തമാശകൾ ഉണ്ടാക്കട്ടെ, നമുക്ക് ചിരിക്കാമല്ലോ. ശരിക്കും ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ പണ്ട് ചെയ്തേക്കുന്ന പലതും ആർക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് അക്കാലത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ബോഡി ഷേമിങ്. അതുപോലെ പണ്ടുള്ള പല സിനിമകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലേഡി ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും. ഭർത്താവിനെ ഭയങ്കരമായിട്ട് അടിച്ചിരുത്തി ഭർത്താവിനെ എപ്പോഴും ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സുമാരി ചേച്ചി, മീന ചേച്ചി, KP ശ്രീലളിത ചേച്ചി ഒക്കെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തത്. സിനിമയുടെ അവസാനം വരുമ്പോൾ ഈ ഇത്രയും നാൾ പാവമായിട്ട് നിന്നിട്ട് ഭർത്താവ് ഇവരുടെ കാരണം നോക്കി ഒരു ഒറ്റടിയും കൊടുക്കും. അതോടെ തിയേറ്ററിലും ഭയങ്കര സ്ത്രീകൾ ഉൾപ്പെടെ കൈയടിക്കും. അപ്പോൾ മറ്റേ ആൾ പറയും ഇത് ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സ്ത്രീയെ അടിക്കുന്ന ഒരു സീൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് അഭിനയിച്ചൊരു സിനിമയിൽ എൻ്റെ ഭാര്യയായിട്ടുള്ള ലെന ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ. എപ്പോഴും ഇങ്ങനെ കലപില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം പെട്ടെന്നൊരു സിറ്റുവേഷൻ പടത്തിൻ്റെ തീരുന്ന സമയത്ത് വേറൊരാൾ കണ്ടിട്ട് ഇവർ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീണ് കഴിയുമ്പോൾ ആരും വെള്ളം തെളിക്കാൻ പോകുമ്പോൾ ഞാൻ വേണ്ട കുറച്ച് നേരം ഒന്നും മിണ്ടാതെ കിടന്നു സമാധാനം കിട്ടാന്ന്. ഇപ്പം അതേ പറ്റുള്ളൂ. പണ്ടായിരുന്നു ഒരു കരണത്തടിയാണ് ഉറപ്പായിട്ടും. ഇപ്പൊ അത് പറ്റില്ല. ക്യാരക്ടേഴ്സ് എല്ലാം നമ്മളല്ല ക്യാരക്ടേഴ്സ് എല്ലാം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സിനിമയിൽ വരുന്ന അനുസരിച്ച് പൊതുവെ ആളുകൾക്കും അത്തരം സ്വഭാവങ്ങൾ വന്നിട്ട് ഇപ്പൊ പൊതുവെ നമ്മളെപ്പോഴും കണ്ടാലും ആളുകൾ പറയുന്നൊരു വാക്കാണ് തടി കൂടിയല്ലോ. അത് അയാളുടെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് മറ്റേ ഒരു ഗുണമില്ല. ഇയാൾ ഇതിനേക്കാളും വലിയ തടിയനായിരിക്കും. അത് പറയാതിരിക്കണമെങ്കിൽ നല്ല മര്യാദയും വകതിരിവും ബോധവും ഒക്കെ ഉള്ള ഒരാൾക്ക് അത് പറയാതിരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ബാക്കിയുള്ള എല്ലാവരും പറയും ഭയങ്കരമായിട്ട് തടിച്ചല്ല, തടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല.
അത് പറയാതിരിക്കാൻ സാധിക്കുക. എന്തെങ്കിലും പറയണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതെന്താണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ട് കോലം കെട്ടുപോയല്ലോ, ഇത് പറയുന്ന അവരുടെ ഒരു ആത്മസുഖത്തിന് വേണ്ടി പറയണമെന്നുള്ളൂ. അത് മാറണം. സമൂഹത്തിൽ നിന്ന് അത് മാറാനായിട്ട് ഇത്തരം സിനിമകളിൽ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അത് പൊതുവെ ആളുകൾക്ക് ആ മാറ്റം വരുമായിരിക്കും. പണ്ട് കുറെ നാൾ കൂടിയിട്ട് കാണുന്ന ഒരാളെ കാണുമ്പോൾ അഭിസംബോധനയാണ്, ഓ നന്നായല്ലോ. അത് സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്നത്. സിനിമയിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ പുറത്തിറങ്ങിയിട്ട് പറയുന്നു. ഇന്നാളെ ഒരാളെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പൊക്കം കുറഞ്ഞു ചോദിച്ചതാ ഒരാൾ, പൊക്കം കുറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു കുറച്ച് മുറിച്ച് കളഞ്ഞത് ഇത്തിരി കൂടുതലായിട്ട്. അത് ആളുകളങ്ങനെ പറയും. അത് മറ്റൊരാളെ ഒന്നും മുള്ളുകൊണ്ട് കുത്തി വേദനിപ്പിക്കണം പൊതുവെ ഒരു മനുഷ്യന്റെ ഒരു. ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളുടെ ആദ്യം ചോദിക്കുന്ന തിരിച്ചു പോകുന്നു. അയാൾ ഒരു മാസം 2 മാസം നിൽക്കാനായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പൊ നമ്മളെ നോർമലി ഉള്ള ചോദ്യം എന്നാ ഇനി തിരിച്ച് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. പ്രത്യേകിച്ച് അവരും ചിലപ്പോൾ മനസ്സിലൊന്നും ഉദ്ദേശിച്ച് ചോദിക്കുന്നതല്ലായിരിക്കാം. ചോദിക്കാതിരിക്കണമെങ്കിൽ നല്ല വകതിരിവും ബോധവും മര്യാദയൊക്കെ ഉള്ള ഒരാൾക്ക് അത് ചോദിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അത് ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ ആളുകൾ, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ എന്താണെന്ന് ആദ്യം. ശരി. ഈ നമ്മളിപ്പോൾ ഓരോ സിനിമയുടെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പല പല ലൊക്കേഷനുകൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ പല പല നാട്ടിൻപുറങ്ങൾ, പല പല കൾച്ചറുകൾ, ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നിന്ന് ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവും, നമുക്ക് അവിടുന്ന് കുറച്ച് നാളും കൂടി ഇവിടെ നിന്നാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ ഒരു സ്ഥലമുണ്ടോ? കഴിഞ്ഞ് വീട് പറ്റുക ഒരു ദിവസം കൂടെ അങ്ങനെയൊക്കെ അതിൽ കൂടുതലൊന്നും നിൽക്കാൻ അല്ലേ, ഒരാഴ്ച സിനിമ തീരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഓടി വീട്ടിൽ പോകും. അല്ലാതെ ഒരു ലൊക്കേഷനിൽ അങ്ങനെ തന്നെയാണ് സൈജേട്ടൻ. സിനിമേന്റെ സമയത്ത് അവിടെ നല്ല രസമായിരിക്കും. അത് എല്ലാരും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കൈ കഴിഞ്ഞിട്ട് ഒരു രസം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ വീടിനേക്കാൾ സൗകര്യവും ഫെസിലിറ്റീസും ഉള്ള ഹോട്ടൽ റൂമുകളിലല്ലേ അവർ നമ്മളെ താമസിക്കുന്നത്. എന്തൊരു സൗകര്യമുള്ള ഹോട്ടൽ റൂമുകളാണ് തരുന്നത്. അത്രയും സൗകര്യമൊന്നും ഇപ്പൊ എന്റെ വീട്ടിലൊന്നും ഡെയിലി ബെഡ്ഷീറ്റൊന്നും ആരും മാറ്റാൻ പോകുന്നില്ല. എന്നിട്ട് പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓടി കയറി വന്ന് നമ്മുടെ വീട്ടിൽ കിടക്കണമെന്നല്ലേ ഉണ്ടാവുള്ളൂ. എപ്പോഴും അത് കുടുംബത്തോടെ അങ്ങനെ ഒരു ലൊക്കേഷനും അങ്ങനെ നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ആ സ്ത്രീയുടെ മുഖത്തിട്ട് ഒരു അടി കൊടുത്ത പ്രശ്നം, അങ്ങനെ ഓഡിയൻസ് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു അടിയായിരുന്നു ദൃശ്യത്തിൽ. എത്ത് പറഞ്ഞിട്ടും ഈ പോലീസ് ഓഫീസർ മനസ്സിലാവുള്ള ആ സ്ഥിതിക്ക് ഒരു അടി കൊടുത്തു കഴിഞ്ഞെങ്കിലും അവരോ നടക്കട്ടെ എന്ന്. അത്രയും നമ്മളൊരു ക്രൂശിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു അതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇനി ഒരു പൂർണ്ണമായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് ഒരു ഫാമിലി ഓഡിയൻസിനെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക്, ഏത് തരത്തിലുള്ള ഓഡിയൻസിന് നമുക്കിതിലേക്ക് വെൽക്കം ചെയ്യണം. ഏത് തരത്തിലുള്ള ആൾക്കാർക്കും കാണാം. ഒരു ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞ് ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സിനിമകളുണ്ട് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല. ചില സീൻസ് ഒക്കെ നമുക്ക് കുട്ടികളെയും കൂടെ ഇരുന്ന് കാണാൻ പറ്റാത്ത അത്തരം സിനിമകളും ഉണ്ടാവാറുണ്ട്. അത് പക്ഷേ യൂത്ത് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആ സിനിമയും നെഞ്ചിലേറ്റിട്ടുണ്ട് ഇവിടെ. പക്ഷെ പലരും പറയും നമുക്കൊരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റില്ല, പക്ഷെ സിനിമ സക്സസ് ആയിരിക്കും. ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാം, കുടുംബമായിട്ട് ഇരുന്ന് തന്നെ എൻജോയ് ചെയ്യാം. അങ്ങനെ അത്തരം നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കും ചിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമൊന്നും പ്രായമൊന്നുമില്ല, ചിരിക്കാൻ എല്ലാവർക്കും ചിരിക്കാം. ഇപ്പോൾ എന്താ പേര് പറഞ്ഞ ശ്രീനാഥ് ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ സിനിമയായിരിക്കും ഇൻ ഹരിഹർ നഗർ അല്ലേ, 1990 ഇറങ്ങിയ സിനിമയാണ്. പക്ഷെ നമ്മൾ ജനിക്കണേക്കാൾ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ വീണ്ടും എത്രയോ പ്രാവശ്യം കണ്ടു ചിരിച്ചിട്ടുണ്ടാവും. ചിരിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല. അത് 2 വയസ്സിലും ചിരിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ 4 വയസ്സിലും ചിരിച്ചാണ്, 16ാമത്തെ വയസ്സിലും ചിരിച്ചിട്ടുണ്ടാകും, ഇപ്പോഴും ചിരിക്കുന്നുണ്ടാവും. അപ്പൊ ചിരിക്കുക അങ്ങനെയാണ്. ചിരി നമ്മളെ ചിരിപ്പിക്കുന്ന അത്തരം തമാശകളാണ് നിലനിൽക്കുക. അത്തരം സിനിമകളെയാണ് നമ്മൾ ക്ലാസിക്സ് എന്ന് പറയേണ്ടത്. വർഷങ്ങളോളം ആളുകൾ കാണും, എൻജോയ് ചെയ്യും, ഇപ്പോഴും ഇത് കണ്ടാൽ ബോറടിക്കില്ല എന്ന് പറയുന്ന സിനിമകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ തന്നെ ആയിരിക്കും ഇത്. ഇതിന് അങ്ങനെ ഒരു പ്രായഭേദ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ നല്ല നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള സിനിമയാണ്. അതെ, ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സിനിമ മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പണ്ട് മുഖം കാണിക്കാൻ ഫെമിലിയർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് വരിക പെട്ടെന്ന് സിനിമയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിരുന്നു പണ്ട് ആളുകളിലേക്ക് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അന്നിങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഈ ട്രെൻഡിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. മാറ്റങ്ങൾ എപ്പോഴും സിനിമ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ചോദ്യം എന്താണ്? അല്ല, ഒരു സെക്കൻഡ് കേട്ടാ, ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. എൻ്റെ കണക്ഷൻ പോയി കേട്ടത്. അതായത് എനിക്ക് പെട്ടെന്ന് സോറി, കണക്ഷൻ എവിടെ പോയി, എനിക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എന്താ കാര്യം, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത്തിരി നീണ്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ഷൻ ഇല്ല.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മലയാള സിനിമയിലെ നടന്മാരിൽ പാട്ടുകളെ കുറിച്ച് ഏത് സിനിമയാണ്, അത് ഏത് നടനാണ്, ആരാണ് പാടിയെന്ന് അറിവുള്ള ഒരാളാണ് സിദ്ദീഖ്. പാട്ട് പാടണം, എനിക്ക് പാട്ട് ഒരു സൈഡിൽ കൂടി കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എനിക്ക് അഭിനയം തന്നെയാണ് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള മോഹം. അഭിനയം തന്നെയാണ്, അഭിനയിക്കണം, ആക്ടർ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ സിനിമയോടുള്ള ഒരു മോഹം കൊണ്ടും സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും സിനിമയുടെ എല്ലാ വശങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോൾ പാട്ടാണെങ്കിലും അഭിനയമാണെങ്കിലും ബാക്കി എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ മനോജിൻ്റെ ഒക്കെ അതെ, സിനിമ കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ശരി, ആഴ്ചയിൽ ഒരു സിനിമ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ചയിൽ ഒരു സിനിമയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പാട്ട് എന്നും കേൾക്കാം റേഡിയോയിൽ. അപ്പോൾ ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് പാട്ടുകളോടുള്ള ഒരു അടുപ്പം വന്നു. അങ്ങനെ പാടാൻ ശ്രമിക്കുകയും പാട്ടുകളോട് ഇഷ്ടം തോന്നുകയൊക്കെ ചെയ്ത ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. അതിന് പിന്നെ കുറച്ചും കൂടെ സംഗീതമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു ബെറ്റർ സിംഗറാണ്. എനിക്ക് ഈ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ പാട്ടിൽ എന്താണ്, ആ വരിയിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഒരു സാഹിത്യം എന്താണ്, അതെന്താ, എന്തിനെയാണ് ഉപമിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനൊക്കെ കുറച്ച് താല്പര്യം എടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നും ലിറിസിസ്റ്റ് ആരാണെന്നും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഒരു താല്പര്യമുണ്ട്. അന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ FM റേഡിയോയിൽ കേൾക്കുന്ന പോലെ പെട്ടെന്നൊരു പാട്ട് വരികയല്ലേ ചെയ്യാം. അടുത്ത ഗാനം പാടിയത് യേശുദാസ്, വയലാറിൻ്റെ രചനയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത് G. ദേവരാജൻ, ചിത്രം തോക്കുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാട്ട് വരുന്നത്. അപ്പൊ അതും നമ്മുടെ ഒപ്പം മെമ്മറിയിൽ കയറും. അങ്ങനെ അതുകൊണ്ടാണ് അത്തരം അങ്ങനെ ഓർക്കാനുള്ള ഒരു കാരണം. ശരി ശരി. അതുപോലെ മനോജേട്ടാ, ഇതേപോലെ തന്നെ സംഗീതമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാളാണ് അച്ഛൻ, ചേട്ടൻ. എന്തായാലും സംഗീതം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഉഴപ്പിയതാണ്. പഠിക്കണമെന്ന് ആഗ്രഹം വന്നില്ല. എനിക്ക് ഈ പറഞ്ഞ സിനിമയായിരുന്നു എൻ്റെ ക്രൈസ്. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ RLV മ്യൂസിക് കോളേജിൽ പഠിക്കുന്നു. അച്ഛൻ അനിയൻ്റെ മോൻ സംഗീതം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അനിയൻ ജയവിജയന്മാരിൽ വിജയൻ്റെ മോൻ സംഗീതത്തിന് പോകുന്നു. അച്ഛനും കൊച്ചിനും സംഗീതം. അച്ഛൻ്റെ മൂത്തൊരു ചേട്ടനുണ്ട്, അദ്ദേഹം പാടും. മൊത്തം സംഗീതം. അപ്പം ഞാൻ ഓർത്തു നമ്മളൊന്ന് മാറ്റി പിടിച്ചാലും എല്ലാവരുടെ സംഗീതം. അപ്പം അത് വേണ്ട, ഒരു ചെറിയ മാറ്റം. അപ്പൊ അങ്ങനെയാണ് ഞാൻ, എൻ്റെ ഒരു മണ്ടൻ ബുദ്ധിയായിരിക്കാം, ബേസിക് പോലും പഠിക്കാൻ പറ്റിയില്ല. നല്ല പ്രയോഗം അല്ലേ, മണ്ടൻ ബുദ്ധി. ഒരു മണ്ടൻ ബുദ്ധിയായിരുന്നു. അതിപ്പോ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അല്പം അങ്ങനെ പഠിക്കണ്ടായിരുന്നു. സരിഗമപ്പ പോലും പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ പാട്ട് പാടുന്നുണ്ടല്ലോ, വൃത്തിയില്ല പാടുന്ന ആൾക്കാർ പറഞ്ഞ് പാടി. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പറയുന്നത് ആത്മബന്ധം എന്ന് പറയാം. സംഗീതത്തിലൂടെയാണ്. സിദ്ദീഖിനെ ചോദിച്ചു നോക്കി, എന്റെ പാട്ടിലൂടെയാണ് സിദ്ദീഖ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ആദ്യം കാണുന്ന സമയത്ത് എനിക്കൊന്ന് വെക്കേഷൻ ആണ്, PG വിശ്വംഭരൻ സാറിന്റെ വെക്കേഷൻ എന്നൊരു സിനിമ. ആ പടം മുടങ്ങിപ്പോയി. അവിടെ വെച്ച് ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പോയി പരിചയപ്പെട്ടു. ഞാൻ ഇങ്ങനെ മനോജ് K. ജയൻ. അപ്പൊ സിദ്ദീഖ് ഇപ്പൊ ഓൾറെഡി പറഞ്ഞ കുറെ സിനിമകളായി കഴിഞ്ഞു, വളരെ പോപ്പുലർ ആയി കഴിഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചത്, മനോജ് ഇല്ലേ, എവിടെയാ വീട്? ഞാൻ പറഞ്ഞു കോട്ടയത്ത്. ജയവിജയൻ അവരെ കേട്ടിട്ടുള്ളൂ, സംഗീതജ്ഞൻ. അതില് ഞാൻ ജയന്റെ മകനാണ്. അത് ശരി. അപ്പൊ പാട്ട് പാടില്ല മനോജ്, ഒരു പാട്ട് പാടാനൊക്കെ പറഞ്ഞു. ഞാനൊരു പാട്ട് പാടി. ഇപ്പൊ സിദ്ദീഖും പാടി. സിദ്ദീഖ് ഇപ്പൊ ചുമ്മാ പറഞ്ഞു ഉഗ്രൻ അസൽ സിംഗറാ. ഞാൻ നല്ല പാട്ടുകാരനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല, അസലായിട്ട് പാടും. അപ്പൊ ഞങ്ങള് പാട്ട് പാടില്ല, പിന്നെ എവിടെ വെച്ച് കണ്ടാലും പാട്ട് പാടില്ല. അത് ഇന്നും തുടരുകയാണ്. ആ സംഗീതത്തിലൂടെയാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞ ഒരു സൗഹൃദത്തിന്റെ ഒരു ആഴം എന്ന് പറയുന്നത്. ഇല്ലേ, ശരിയല്ലേ? എന്തായാലും വളരെ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ നേരത്തെ ഓരോ സിനിമയുടെ ക്യാരക്ടറുകൾ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഹിറ്റായ കുറേ സിനിമകളുടെയും ക്യാരക്ടറുകൾ. അതേപോലെ നാളെ മുതൽ നുണക്കുഴിയിലെ അവർ ചെയ്ത ആ ക്യാരക്ടർ, ആ കഥാപാത്രം എന്ന് പറയട്ടെ ആളുകളെല്ലാവരും. അതേപോലെ ഏറ്റെടുക്കട്ടെ. വളരെ വളരെ സന്തോഷം. കുറച്ച് നേരം വലിയൊരു വിജയമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥനയാണ്. തീർച്ചയായും. താങ്ക് യു.